ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചുവന്നുള്ളി, 3-4 പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു നെല്ലിക്കയോളം വലിപ്പത്തിൽ ഞാൻ പുളി എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. കരിയേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിനകത്ത് അല്പം കായം കൂടെ ചേർക്കും. ചുവന്നുള്ളി അരിയുവാണ്. ചുവന്നുള്ളി അരിയുക, പച്ചമുളക് വട്ടത്തിലരിയണം. ചുവന്നുള്ളി നല്ല കുനുകുനുകുനാന്ന് അരിയണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചെറിയ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ പിന്നെ ഇങ്ങനെ വെക്കുന്ന ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞിട്ടാലും മതി. ഒന്നിച്ചാണ് പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഈ മുളക് വറുത്ത് മൂപ്പിച്ച ശേഷം ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടും. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊന്നിച്ചാണ്. കടുവ് ഞാൻ പൊട്ടിച്ച് ഈ ഇഞ്ചിയും കൂടെ മൂപ്പിച്ച് കടുവ് മാറ്റി വേറെ വയ്ക്കും. ഇഞ്ചി ഞാൻ വറുത്ത് വേറെ മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. അത് ഞാൻ ഇച്ചിരി വലിപ്പത്തിലാണ് ഇഞ്ചി. ഒരു ശകലം അല്ല കുരുകുരുകുരുവാന്ന് അരിഞ്ഞാൽ പെട്ടെന്ന് അത് കറി നമുക്ക് പിന്നെ നമ്മൾ ചതച്ചെടുത്തില്ലെങ്കിലൊന്നുമില്ല. ഞാനിതൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് ഇഞ്ചി അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. നൂറ് കറിക്ക് പറ്റും ഒരു ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. 100 കറി എന്നുള്ള അർത്ഥത്തിലാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ പറയുന്നു. വെളുത്തുള്ളി അരിവാണ്. പച്ചമുളക് വട്ടത്തിലാണ് അരിയുന്നത് കേട്ടോ. നീളത്തിൽ കീറുമല്ല കേട്ടോ. കീറിയിടുന്നവരുണ്ടായിരിക്കും. ഞാൻ വട്ടത്തിൽ അരിയുവാണ്. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇങ്ങനെ ചതച്ചിട്ട് പിരിഞ്ഞ് വേണേലും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കാം. ഇപ്പം കുറച്ച് ഞങ്ങൾക്ക് ഇഞ്ചി ഇല്ല. ഇപ്രാവശ്യം ഇഞ്ചിയൊന്നും ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയില്ല. എല്ലാം ഈ പന്നി ഒക്കെ വന്ന് നശിപ്പിച്ച് കൃഷിയെല്ലാം പോയി. അതുകൊണ്ട് ഒന്നുമില്ല. ഞങ്ങൾ വാങ്ങിച്ച അപ്പോൾ ഇച്ചിരി കുറച്ച് ഇഞ്ചി ഭയങ്കര വിലയല്ലേ ഇഞ്ചിക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അല്പം എല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഞാനൊരു കഷ്ണം ഇഞ്ചിയെ എടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് ഇഞ്ചി ഏറെ ഉണ്ടെങ്കിൽ നമുക്ക് ചതച്ച് പിഴിഞ്ഞ് എടുത്ത് വറുത്തെടുക്കുക. എളുപ്പമാട്ടോ. എളുപ്പം വറുത്ത് കിട്ടുകയും ചെയ്യും. പിഴിഞ്ഞിട്ട് വറക്കുക. പിന്നെ അതിൻ്റെ 100% മാറ്റി വെച്ചിട്ട് ചെയ്താലും മതി. നല്ലതാണ്. ഞാൻ ഇച്ചിരി വലിയ കഷ്ണത്തിലായിട്ട് നമുക്ക് പെട്ടെന്ന് എനിക്ക് കടുകും ഇതും കൂടെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുഴുത്ത കഷ്ണത്തിൽ അല്ലെങ്കിൽ കുരുകുരുകുരാന്ന് അരിഞ്ഞാൽ മതി. അതാകുമ്പോൾ നമുക്ക് എടുക്കേണ്ടിയില്ല. അതിൽ തന്നെ ഞെക്കി അങ്ങ് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മൾ തേങ്ങ ഒക്കെ വറക്കത്തില്ലേ, അതുപോലെ വറുത്തെടുക്കാം. ആ നിറം വേണം ഇഞ്ചി വറുത്ത് എടുക്കുമ്പോൾ. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്തൊരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് പറയും. പുളിയിഞ്ചി എന്നും ചിലയിടത്തൊക്കെ പറയുന്നത്. ഞങ്ങളൊക്കെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. പഴകിയ പുളി അതിന് കറി വെക്കാൻ ഏറ്റവും യോജ്യമെന്നാണ് പറയുന്നത്.
കരിവേപ്പില ഞാൻ ഊരി അങ്ങ് വെക്കുക, അല്ലെങ്കിൽ ചട്ടി അടുപ്പേ വെച്ച് തീ കത്തിച്ച് ഞാൻ എണ്ണ നേരത്തെ ഒഴിച്ച് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കരിവേപ്പിലയും ചുമന്ന മുളകും കടുകും കൂടെ ഇട്ടു. ഈ കടുക് ഞാനിനി മാറ്റി കേട്ടോ, കടുക് കായ്ക്കത്തില്ല, അതിനകത്ത് പൊടിച്ച് വയ്ക്കും. അതുകൊണ്ട് ഞാൻ കടുക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇഞ്ചി കഷ്ണവും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇഞ്ചി വേറെ മാറ്റി വയ്ക്കും. പിന്നെ കടുക് ഞാനിനി മാറ്റിട്ട്, കാരണം അപ്പം ഈ ഒരു എണ്ണയ്ക്കകത്ത് എനിക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി മൂപ്പിക്കാൻ പറ്റും. പിന്നെ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഉപ്പും ഒരു പൊരി കായും ഇത്തിരി കായവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്തിരി കായം ദഹനത്തിനൊക്കെ കായം നല്ലതാണ്, വായുവിനും അപ്പം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലർ ചേർക്കാറില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഒത്തിരി അങ്ങ് കറക്കരുത് നമ്മൾ ഇഞ്ചി വറക്കുമ്പോൾ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോരുത്തരുടെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതുപോലെ ഇഞ്ചി ചതച്ച് ഞാൻ പറഞ്ഞില്ല, പിരിഞ്ഞെടുത്തും ചെയ്യാം. ആ വെള്ളം ഞെക്കി മാറ്റിക്കളഞ്ഞാൽ എളുപ്പം ഇഞ്ചി വറുത്തെടുക്കാൻ പറ്റും. വെള്ളത്തോടെ വറക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ അല്ല, ഇതിന് ഞാൻ ഇച്ചിരി ഇഞ്ചി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അങ്ങ് മൂക്കും. ഒത്തിരി മൂക്കെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ വറക്കത്തില്ലേ, തേങ്ങാപ്പൂര അതുപോലെ ആ നിറമാകാവും. ഇത്തിരിയായ അങ്ങ് കരി നമുക്ക് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ അതങ്ങ് കറുത്തിരിക്കും. ഞാൻ ഇഞ്ചിയും കടുകും വേറെ വേറെ മാറ്റി വെച്ച് കേട്ടോ, കണ്ടില്ലേ? അത്രയുമേ വറക്കുക, അത്രയുമേ ഇത് പിന്നെ മൂക്കാവും. ഞാൻ പച്ചമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കൂടി ഇട്ട് ഒന്ന് വഴറ്റും. ഉപ്പും പുളിയും കായും കൂടെ ഞാൻ വേറെ പുളി പിഴിഞ്ഞതിനകത്ത് ഉപ്പും കായവും കൂടി ഇട്ട് വെച്ചിട്ട്, അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് പിന്നെ ഇത് കുറുകൻ നമ്മൾ ഇളക്കി കുറുകി വരണം. പിന്നെ ഈ ഇഞ്ചി വറുത്ത് വെച്ചേക്കുന്നത് ഞാനൊന്ന് ചവച്ചെടുക്കും. ഞാൻ ചെയ്യുന്നതാണ്, അതിലും വേറെ രീതി ചെയ്യുന്നവർ ഉണ്ടാവുക. ഓരോരുത്തരും ഓരോ രീതിയിലെല്ലാം ചെയ്യുന്നു, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സദ്യയ്ക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്ത ഒരു കറിയാണ് ഇഞ്ചിക്കറി, അല്ലെങ്കിൽ പുളിയിഞ്ചി. പുളിവെള്ളം ഞാൻ പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഞാൻ അല്പം മുളക് പൊടി ചേർക്കാൻ പോകാം. അതിനകത്ത് ഞാൻ ഇച്ചിരി കായം മുമ്പേ പറഞ്ഞ കായം അല്പം ഞാൻ ഇട്ടിട്ടുണ്ട്.
അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഞാനിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. ഈ മുളക് ഒന്ന് പച്ച മാറിയാൽ മതി. മാറുമ്പം ഇതിനകത്തോട്ട് പുളിവെള്ളം, നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കുക. അതുപോലെ ഞാൻ ഇഞ്ചി ഒന്ന് പൊടിച്ച് ഇതിനകത്ത് ഇടുക ചെയ്യുന്നത്. ഇത് കുറുകി വരുമ്പോൾ ലാസ്റ്റ് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഞാൻ ഇഞ്ചി ചേർക്കുന്നുള്ളൂ. കാരണം അത് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. പിന്നെ അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കും. എൻ്റെ തിളച്ചു. ഇനിയും ഇങ്ങനെ ഇളക്കി 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 കുറുകി വരണം. ഉപ്പും കായവും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ പറയുകയാണ്. ഞാൻ ഇഞ്ചി ഒന്ന് ചതച്ചുകൊണ്ട് വരാൻ പോവാം. ഞാൻ അരയില ചതച്ചാട്ടോ, മിക്സിയിലൊന്നും ചതയ്ക്കാനുള്ള ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു സ്പൂണിനകത്ത് വിളമ്പാനുള്ളത് മതിയല്ലോ. ഞാൻ ഇഞ്ചി ഇട്ടായിരുന്നു, ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറുകി നല്ല കൂട്ട് കുറുകി നമ്മുടെ ഈ ചട്ടുകത്തി ഒന്നിങ്ങനെ ഇത് താഴെ പോകുമ്പോൾ നമുക്കറിയാം ഒരിത് വരും. ഇത് താത്ത് വെച്ചാൽ മതി. ചാറുമ്പോൾ ചിലർ ഇതിനകത്ത് ഒരു ശകലം ശർക്കര ഇട്ട് കൊടുക്കും. അതും ഈ എരിയൊക്കെ ഇടാത്തവർക്ക് ആയിരിക്കും. ചില ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ശർക്കരയോ അല്ലെ ഒരു സ്പൂൺ പഞ്ചാര ആയാലും മതി. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. എരി വേണമെന്നുള്ളവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒന്നുമില്ല. അതോ അവനവൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ശർക്കരയോ ശകലം ചെറിയൊരു കട്ട ഇട്ടാൽ മതി. ഇതിനകത്ത് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടാലും മതി. ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എരി വേണം. ഞാൻ കടുകും മുളകും കരിവേപ്പിലയും എല്ലാം കൂടി എടുത്ത് വെച്ചിരുന്നു. അത് ഞാൻ മുമ്പേ ആദ്യമേ ഞാൻ കടുക് വറക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു എണ്ണയ്ക്കകത്ത് ഈ എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. ആ ഒരു പ്രാവശ്യം ഒഴിച്ച എണ്ണയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കടുക് വറക്കാനും കുറച്ച് എണ്ണ, വറക്കാനും കുറച്ച് എണ്ണ, അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രാവശ്യത്തെ എണ്ണ കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.